ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആരാധന? എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? ഗാനം ആലപിക്കുന്നതാണോ ആരാധന? സ്തുതിയും ആരാധന നമ്മുടെ വ്യത്യാസം എന്താണ്? സ്വർഗത്തിൽ എങ്ങനെയാണ് ആരാധന നടക്കുന്നത്? എങ്ങനെ നമുക്ക് ആരാധിക്കാം? തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ മനസ്സിലാക്കുക, സ്തുതിയല്ല ആരാധന. നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോഴും വാസ്തവം ദൈവത്തെ ആരാധിക്കുകയല്ല, പലപ്പോഴും സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ അപേക്ഷിക്കുകയൊക്കെ ചെയ്യുകയായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പാടുന്ന എല്ലാ പാട്ടിനെയും നമ്മൾ ആരാധന ഗാനമെന്ന് പറയുകയോ, അല്ലെങ്കിൽ ശാന്തമായി പാടുന്ന പാട്ടുകളെ ആരാധന ഗാനങ്ങളായിട്ടും വേഗതയിൽ പാടുന്ന പാട്ടുകളെ സ്തുതിഗീതങ്ങളുമായിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ സ്തുതിക്കുക എന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നന്ദി കരയറ്റുക. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതാണ് വാസ്തവത്തിൽ സ്തുതി എന്ന് പറയുന്നത്. ആരാധന തികച്ചും വ്യത്യസ്തമാണ്. പാട്ട് പാടുന്നതല്ല ആരാധന. എന്നാൽ ആരാധനയിൽ ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. ആരാധനയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാടുന്ന വ്യത്യസ്ത ഗാനങ്ങളും അത് വാസ്തവത്തിൽ ഏത് തരത്തിലുള്ള ഗാനമാണ്, അതിൽ ആരാധനയാണോ സ്തുതിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ പാടുന്ന പാട്ടുകൾ പല തരത്തിലുണ്ട്. അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നത് സ്വയം ആശ്വസിപ്പിക്കുന്ന, സ്വയം ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ചില ഗാനങ്ങളാണ്. ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. സാധു എന്നെ കൈവിടാതെ നാഥൻ എന്നും നടത്തിയിടുന്നു എന്ന ഗാനം വാസ്തവത്തിൽ നമ്മളെ തന്നെ ധൈര്യപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ഒരു പാട്ടാണ്. മറ്റു ഗാനം ശ്രദ്ധിച്ച്, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ എന്നിങ്ങനെയുള്ള പല ഗാനങ്ങളും നമ്മെ തന്നെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഗാനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ചില ഗാനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട്, വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലം കൈ പിടിച്ച് എന്നെ വഴി നടത്തും. ആ ഗാനങ്ങളൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും, പ്രവർത്തിക്കും എന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മെ തന്നെ ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന ചില ഗാനങ്ങളാണ്. മറ്റൊരു ഗാനമാണ് ദൈവത്തിന് വചനത്തെ ഏറ്റുപറയുന്ന, വചനത്തെ പ്രഖ്യാപിക്കുന്ന ചില ഗാനങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗാനമാണ് പ്രാർത്ഥനാ ഗാനങ്ങൾ. നമ്മുടെ 4% പാട്ടുകളും പാട്ടുകളുടെ ഒരു വരി എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം കൂടുതലും പ്രെയർ കണ്ടന്റ് അല്ലെങ്കിൽ പ്രാർത്ഥനാ വാചകങ്ങളായി അതിൽ കൂടുതലും ഉള്ളത്. ഒരു പ്രശസ്തമായ ഗാനം ശ്രദ്ധിച്ച്, നിൻ ഹിതമെന്നിൽ എന്നും നിറവേറട്ടെ, നിൻ ഇഷ്ടങ്ങൾ എന്നിൽ എന്നും പൂർണ്ണമാകട്ടെ, ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് തുടങ്ങുന്ന ആ ഗാനം ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ തുടക്കത്തിലെ ആ വരികളൊക്കെ ഒരു പ്രാർത്ഥന, ഒരു അപേക്ഷയാണ്. എന്നാൽ അടുത്ത സ്റ്റാൻസിലേക്ക് പോകുമ്പോൾ, അപ്പ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല എന്ന് തുടങ്ങുന്ന സ്റ്റാൻസിലൊക്കെയും അതൊരു ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്തതായി നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ചെയ്യാൻ പോകുന്നതാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ. ഉദാഹരണമായിട്ട്, അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലൊന്ന് ഉയർത്തിയിടാം. ആ പാട്ടെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നതാകുന്ന കാര്യങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ സമർപ്പണ ഗാനങ്ങളുണ്ട്. ഭൗമികമാകുന്ന അനുഗ്രഹങ്ങൾ, അഥവാ ദൈവം നമുക്ക് ഭൂമി ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ചില ഗാനങ്ങളുണ്ട്. അതിനെ നമുക്ക് സ്തുതി ഗാനങ്ങൾ എന്ന് പറയാൻ കഴിയും. ഉദാഹരണമായിട്ട്, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും, അതുപോലെ തന്നെ ഇന്നയോളം എന്നെ നടത്തി, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ തുടങ്ങിയ ഗാനങ്ങളൊക്കെയും ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ സ്തുതിക്കുന്നതാണ്. അതൊരു സ്തുതിഗീതങ്ങളാണ്. അതുപോലെ തന്നെ നിത്യമാകുന്ന നന്മകളെ ഓർത്ത്, നിത്യത്വം നമുക്ക് നൽകിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാകുന്ന ഗാനങ്ങളുണ്ട്. ഒരു ഭാഗം ശ്രദ്ധിച്ച്, മോചനം വീണ്ടും ജനനവും, നീച ഭാവി എന്നിൽ വസിപ്പാൻ തുടങ്ങിയ ആ സ്റ്റാൻസൊക്കെ ദൈവത്തിൻ്റെ നിത്യമാകുന്ന നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും മോശം പാടണമെന്നല്ല, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഈ തരത്തിലുള്ള നമ്മിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഗാനങ്ങളല്ല വാസ്തവത്തിൽ യഥാർത്ഥ ആരാധനാ ഗാനങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് നമ്മെ മറന്ന് ദൈവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഗാനങ്ങളാണ് ആരാധനാ ഗാനങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗാനങ്ങളിലും ആരാധനയുടെ കണ്ടന്റ് ഉണ്ട്. എന്നാൽ പൂർണ്ണമായ ഒരു ആരാധനയുടെ ഒരു ഗാനങ്ങളെന്ന് പറയാൻ കഴിയത്തില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ആരാധന എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭൗമികമായി നോക്കിയാൽ നമുക്ക് ചില ആരാധകരെ കാണാൻ കഴിയും. നമ്മൾ ഫാൻസ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട്, സച്ചിൻ ടെണ്ടുൽക്കറിന് വളരെയധികം ഫാൻസ് ഉള്ള ഒരു ക്രിക്കറ്റ് താരമാണല്ലോ. അദ്ദേഹം ഒരു ക്രിക്കറ്റ് ഇതിഹാസമാണ്. അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകരും സച്ചിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കുകയും ഗാനം ആലപിക്കുകയും താളത്തിൽ പാടുകയും ബഹളം വയ്ക്കുകയും അവർ നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യും. മറ്റുദാഹരണം ശ്രദ്ധിച്ച്, മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന പോപ്പ് ചക്രവർത്തി, അദ്ദേഹം വേദിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർ ആവേശത്താൽ പലരും ആർത്ത് വിളിക്കുകയും നൃത്തം ചെയ്യുകയും പലരും ബോധരഹിതരാകുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ ആരാധനാമൂർത്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുള്ള ആരാധന നിമിത്തം അവർക്കുണ്ടാകുന്ന ആവേശം, ആരവം, ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം, നന്ദി, ഇതൊക്കെ അവരിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുകയാണ്. അതാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത്. അവിടെ അവർ നൃത്തം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, നൃത്തം ചെയ്തു പോകുന്നതാണ്. അവർ മനഃപൂർവ്വമായി വിളിക്കില്ല. അവർ അവിടെ ഹൃദയത്തിൻ്റെ ആ ആവേശ നിമിത്തം, ആരാധന നിമിത്തം അവർ ആ വ്യക്തിക്ക് വേണ്ടി പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യണം. വാസ്തവത്തിൽ നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലാത്ത ഇത്തരം ആളുകളുടെ മുമ്പിൽ ഇവിടെ ഫാൻസ് ആരാധിക്കുന്നെങ്കിൽ നമുക്ക്
വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റം കർത്താവിന് മുമ്പിൽ നമ്മൾ എത്രമാത്രം ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ആരാധനയെക്കുറിച്ച് വചനം എന്ത് പറയുന്നത് ശ്രദ്ധിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ഭാഗത്ത് പറയുകയാണ്, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ തന്നെ വിശുദ്ധിയോടെ ദൈവത്തിനായി സമർപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന അടയാളം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിശുദ്ധിയിൽ സൂക്ഷിക്കാതെ, ദൈവത്തോട് സ്നേഹമില്ലാതെ, ബന്ധമില്ലാതെ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് തന്നെ ചെയ്താലും അതൊരിക്കലും ആരാധനയാകത്തില്ല. ആരാധനയെ അനുകരിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ദൈവം ആത്മാവാണ്. ദൈവം ജഡീകനല്ല. ജഡത്തിൽ നമുക്ക് കാണുവാനോ കേൾക്കുവാനോ ഒന്നും കഴിയത്തില്ല. പകരമായി ദൈവം സ്പിരിറ്റാണ്. ആ സ്പിരിറ്റാകുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടതും നമ്മുടെ ആത്മാവ് കൊണ്ട് തന്നെയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ആത്മാവാകുന്ന ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പ്രസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ സത്യത്തിൽ ആരാധിക്കുക. എന്താണ് സത്യം? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു പറഞ്ഞു. യേശു ആരാണ്? യേശു ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം വചനമാണ് സത്യം. വചനാടിസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ല ദൈവത്തെ ആരാധിക്കാനുള്ളത്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കയ്യിൻ്റെ ഹാബേലിൻ്റെയും സ്റ്റോറി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഹാബേൽ ദൈവം പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിച്ചു. കയ്യിൻ തനിക്ക് ബോധിച്ച പോലെ ദൈവത്തെ ആരാധിച്ചു. ദൈവം പ്രസാദിച്ചത് താൻ പറഞ്ഞതുപോലെ തൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ആരാധിച്ച ഹാബേലിൻ്റെ യാഗത്തിലാണ്. ഇനി എങ്ങനെയെല്ലാം ദൈവത്തെ ആരാധിക്കാൻ കഴിയും? പരീശന്മാരൊരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു, യേശുവിനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിലിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിലിരിക്കുന്നത് അറിഞ്ഞു. ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞും കൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. ഈ വായിച്ച ഭാഗത്തിൽ വാസ്തവത്തിൽ ആ സ്ത്രീ യേശുവിനെ ആരാധിക്കുകയാണ്. എങ്ങനെയാണ്? തൻ്റെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആ തൈലം യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് യേശുവിന് ആരാധിക്കുകയാണ്. അപ്പോൾ നൽകുന്നത് ഒരു ആരാധനയാണ്. അത് നിങ്ങളുടെ ആരോഗ്യമായിക്കോട്ടെ, നിങ്ങളുടെ സമ്പത്തായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും വിലയുള്ളതായി എന്തിനെയാണോ കാണുന്നത് അത് ദൈവത്തിന് സമർപ്പിക്കുന്നത് ആരാധനയാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ഒന്നല്ല, നിങ്ങൾ ഏറ്റവും വിലയുള്ളതായി എന്തിനെ കാണുന്നു അത് ദൈവത്തിനായി സമർപ്പിക്കുന്നത് വാസ്തവത്തിൽ ആരാധന. അതുപോലെ തന്നെ ആരാധനയിൽ ആർപ്പുണ്ട്. ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക, ഉച്ചത്തിൽ ദൈവത്തുള്ള ആ നന്ദിയിൽ, സ്നേഹത്തിൽ, ദൈവം ആരെന്ന ആ അറിവിൽ ഉറക്കെ വിളിക്കുന്നത്, നിലവിളിക്കുന്നത്, ശബ്ദം ഉയർത്തുന്നത് ഒരു ആരാധനയാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാർ അവനെ ആർക്കുകയാണ്. ആ ആർപ്പിൻ്റെ ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ കുലുങ്ങുകയാണ്. ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നിരുന്ന എരിഹോ കോട്ട ഇടിയുന്നത് അവരുടെ ആർപ്പിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ആർക്കുന്നത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതും വർണ്ണിക്കുന്നതും ഒരാരാധനയാണ്. സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഒരുവൻ മറ്റൊരുവനോട് പറയുകയാണ്. അപ്പം ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതും സ്തുതിക്കുന്നതും മഹത്വപ്പെടുന്നതും പ്രസംഗിക്കുന്നതും പാടുന്നതും ഒക്കെ ആരാധനയുടെ ഭാഗമാണ്. ഗാനങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധ്യമാണ്. ഇനി ആരാധിക്കുമ്പോൾ എങ്ങനെ ആരാധിക്കാം? കരങ്ങളുയർ ദൈവത്തെ ആരാധിക്കാം, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാം, വീണ് നമസ്കരിച്ച് ദൈവത്തെ ആരാധിക്കാം, മുഴങ്കാലിരുന്ന് ആരാധിക്കാം. സ്വർഗത്തിലെ കാഴ്ച നോക്കെ ദൂതന്മാർ 2 കൊണ്ട് മുഖം മറച്ചും 2 കൊണ്ട് പാദം മറച്ചും 2 കൊണ്ട് പറന്ന് സ്റ്റക്കായി നിൽക്കുകയല്ല, പറന്നും കൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ പറന്ന് ആരാധിക്കുന്നുണ്ട് ദൂതന്മാർ. ദാവീദ് നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആരാധനയിൽ തന്നെ വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒരു സാധാരണ രീതിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, എന്നാൽ ഉന്നതമാകുന്ന നിലവാരത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടതുപോലെ നമുക്ക് ആരാധിക്കാനായിട്ട് സാധ്യമാണ്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് സ്വർഗത്തിലെ ആരാധന? സ്വർഗത്തിൽ പാടുന്ന പാട്ട് എപ്രകാരമാണ്? സ്വർഗ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിക്കുകയാണോ? നടത്തിയ വിധങ്ങളെ ഓർക്കുകയാണ്? എങ്ങനെയാണ് സ്വർഗത്തിലെ ആരാധന എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. വെളിപ്പാട് 4:8 നോക്കേ. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണും നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു.
കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഇവിടെ ദൈവത്തെ ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ സ്വയം മറന്നുപോകും. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മൾ ആരെന്ന് തന്നെ നമ്മൾ മറന്നു പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ഇവിടെ ശ്രദ്ധിച്ച്, ദൂതന്മാർ ആരാധിക്കുന്നത് എങ്ങനെയാണ്? അവർ പരസ്പരം പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ അവൻ പരിശുദ്ധനാണ്. അവർ ഉറക്കെ ആർപ്പിടുകയാണ്. ദൈവത്തിന് സകല സ്തുതിയും ബഹുമാനം നൽകിക്കൊണ്ട് മൂപ്പന്മാർ തൻ്റെ കിരീടങ്ങൾ, തൻ്റെ സ്ഥാനമാനങ്ങളെ ദൈവത്തിന് മുമ്പിലേക്ക് വെച്ച് ദൈവത്തെ വണങ്ങുകയാണ്. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമായവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയിരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ മുഖം കാണുമ്പോൾ അവരെക്കുറിച്ചല്ല അവർ പറയുന്നത്, അവരുടെ വിഷയങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പകരമായി ദൈവത്തെ കാണേണ്ട പോലെ കണ്ടപ്പോൾ അവൻ പരിശുദ്ധനാണ്, ഉന്നതനാണ്, രാജാവാണ്, നീതിയും സൂര്യനാണ് തുടങ്ങിയ പദങ്ങളല്ലാതെ ഒന്നും അവിടെ നാവിലേക്ക് വരുന്നില്ല. മറ്റൊരു ഭാഗം ശ്രദ്ധിച്ചേ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്നവർ അത്യുച്ചത്തിൽ ആർത്തും കൊണ്ടിരുന്നു. സകലദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മറ്റൊരു ഭാഗം ശ്രദ്ധിച്ചേ. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് വായിച്ചിരിക്കുന്ന 7 ആത്മാക്കളായ 7 കണ്ണുമുണ്ട്. അതിൻ്റെ 9-ാം വാക്യം നോക്കെ. പുസ്തകം വാങ്ങിപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 12-ാം വാക്യം നോക്കുക. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിരിക്കുന്നവന് കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്വർഗീയ ആരാധനയുടെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. നിങ്ങളവിടെ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാകും, ഈ ആരാധിക്കുന്ന ഒരു വ്യക്തികളും അവരെ അല്ല കാണുന്നത്. പകരമായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ, പിതാവാൻ ദൈവത്തെ മാത്രമാണ് കാണുന്നത്. സ്വർഗീയ ആരാധനകളുടെ കണ്ടന്റ് അല്ലെങ്കിൽ റീസൺ ശ്രദ്ധിച്ച്, എന്താണ് ദൈവത്തെ ആരാധിക്കാനുള്ള കാരണം? ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം. അവർ ആരാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഗ്ലോറിയെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ തേജസ്സിനെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ്. 2, ദൈവത്തോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം. ദൈവം സർവശക്തനും സർവ്വവ്യാപിയും മഹോന്നതനും ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. സർവശക്തനായിരിക്കവേ തന്നെ, സർവ്വവ്യാപിയായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചവനാണ് സ്വർഗത്തിലെ ദൈവം. അഥവാ ക്രിസ്തു നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി. കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു. സകല ഗോത്രത്തെയും ഭാഷക്കാരെയും വംശക്കാരെയും തൻ്റെ വിലയുള്ള രക്തത്താൽ വീണ്ടെടുത്തത് കൊണ്ട് ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവത്തിൻ്റെ മഹത്വം പോലെ ശ്രേഷ്ഠമാണ് ദൈവത്തിന് നമ്മളുള്ള സ്നേഹവും. ചുരുക്കം ഇതാണ്, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നതെന്നും ആരാധനയാണ്. അതൊരു പക്ഷേ ഗാനമായിരിക്കും, പരസ്പരം സംസാരിക്കുന്നതായിരിക്കും, പ്രസംഗിക്കുന്നതായിരിക്കും, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഗ്ലോറിയാണ് അതിൻ്റെ കണ്ടെങ്കിൽ അതൊരു ആരാധന. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ക്രൂശ്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ വർണ്ണിക്കുന്നതെങ്കിൽ അത് ഒരു ആരാധനയാണ്. ഇനി എങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ദൈവത്തെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവം ആരാണ് എന്ന് നമുക്ക് വെളിപ്പെടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വിഷയങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. കാരണം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ കാണും ദൈവത്തെ ഒരുവൻ കണ്ടു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ വിഷയങ്ങളൊന്നും ഒന്നുമല്ല സർവശക്തനാകുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്
വാസ്തവത്തിൽ പ്രാർത്ഥനയല്ല, ആരാധനയാണ്. എങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും? ഞാൻ ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്, ഞാനതൊരു ഉപദേശമാക്കുന്നില്ല. നിങ്ങളും ആ ക്രമത്തിൽ ആരാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പഴയ നിയമം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ആരാധിക്കാൻ പോകുമ്പോൾ അവിടെ ദേവാലയത്തിന് 3 തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് അവിടെ പ്രാകാരം, അവിടെ ഔട്ടർ പ്ലേസ്. പ്രാകാരത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും കടന്നു വരുന്ന ഒരു സ്ഥലമാണ് പ്രാകാരം. 2 വിശുദ്ധമാകുന്ന സ്ഥലം, അവിടെയാണ് യാഗങ്ങൾ നടക്കുന്നത്. അവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അടുത്തൊരു സ്ഥലമാണ് അതിപരിശുദ്ധമാകുന്ന സ്ഥലം, അവിടെ വിശുദ്ധമാകുന്ന സ്ഥലമാണ്. അവിടെ ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങുന്ന ഇടമാണ്. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല, പകരമായി മഹാപുരോഹിതന് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഇപ്രകാരം ഒരു ക്രമപ്രകാരമാണ്. എൻ്റെ വ്യക്തിപരമായതിലേക്ക് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുക, ഞാൻ ഉപദേശമാക്കുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ അതിനെ സ്വീകരിക്കുവാൻ സാധ്യമാണ്. ഒന്ന്, പ്രാകാരം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ, പലതരത്തിലുള്ള ഭാരങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വേഗത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധ്യമായി എന്ന് വരത്തില്ല. പകരമായി നമ്മുടെ കടന്നു പോകുന്ന വിഷയങ്ങൾ, നമ്മുടെ ചിന്തിക്കുന്ന വിഷയങ്ങൾ, നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാകുന്ന പ്രയാസങ്ങൾ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചെങ്കടലുകൾ, പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമാകുന്ന ഏകാഗ്രത കിട്ടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് പാടുവാനും പറ്റുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പറയുവാനും പാടുവാനൊക്കെ കഴിയുന്നത്. ഉദാഹരണമായിട്ട് സ്തുതിഗീതങ്ങൾ പാടുവാൻ കഴിയും, പ്രാർത്ഥനാ ഗാനങ്ങൾ പാടുവാനായിട്ട് കഴിയും. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ആ ഗാനങ്ങളൊക്കെ നമുക്ക് ഈ സന്ദർഭങ്ങളിൽ പാടുവാൻ സാധ്യമാണ്. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതിരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന, വർണ്ണിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഇന്ന് വരെ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്തുമൊക്കെ നന്ദി പറയാനും സ്തുതിക്കുവാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക ഒരു സ്ഥലമാണ് പ്രാകാരം. അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും വർണ്ണിക്കുവാനും കഴിയും. ഇവിടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. കാരണം ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്ത ഒരു സ്ഥലമാണ് വിശുദ്ധമാകുന്ന ഒരു സ്ഥലം. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാഗങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അറുത്ത് ആ രക്തമെടുത്ത് ജനത്തിൻ്റെ പാപത്തിന് വേണ്ടിയൊക്കെ അർപ്പിക്കുന്ന, യാഗം കഴിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ വിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ആത്മാവ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്രൂശീകരണമാണ്. അവിടെ കുഞ്ഞാടിൻ്റെ രക്തമൊഴുകുകയാണ്. അവിടെ വെളിപ്പെടുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവത്തിനു നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയൊരു സ്നേഹം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ നാം ക്രൂശിലേക്ക് നോക്കണം. സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം. യേശു പറയുകയാണ്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യേശു നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്നു. പാപം അറിയാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത വിശുദ്ധനാകുന്ന ദൈവം സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഒരുപക്ഷെ യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരൊറ്റ മുഖം എൻ്റെയും നിൻ്റെ മുഖമായിരിക്കും. അവൻ സർവ്വശക്തനായിരുന്നു. ആ ക്രൂശിക്കപ്പെടുമ്പോൾ തന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോകുവാൻ യേശുവിന് കഴിയും. എന്നാൽ ആ ക്രൂശിനെ സഹിച്ചത്, ആ ക്രൂശിനെ വഹിച്ചത് ഒറ്റ കാരണം കൊണ്ടാണ്, എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം. ആ യേശു യാഗമായ ആ ത്യാഗത്തെ ഓർക്കുന്നത് ഒരാരാധനയാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. തൻ്റെ രക്തത്താൽ സകലരെയും വിലയ്ക്ക് വാങ്ങിയ യേശുവിൻ്റെ ക്രൂശീകരണത്തെ ഓർമ്മിക്കുന്നത് ഒരാരാധനയാണ്. അവിടെ നമുക്കൊരു ധൈര്യമുണ്ട്, അവിടെ നമുക്കൊരു ഉറപ്പുണ്ട്. ഞാൻ പാപിയല്ല, എൻ്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ എന്നെ യോഗ്യനാക്കിയത് ആ യേശുവിൻ്റെ രക്തമാണ്, ആ യേശുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശീകരണത്തെ ധ്യാനിക്കുന്ന, സ്നേഹത്തെ ധ്യാനിക്കുന്ന ഗാനങ്ങൾ നമുക്ക് ആലപിക്കുവാൻ കഴിയും. ആ ക്രൂശീകരണത്തെ വർണ്ണിക്കുവാൻ കഴിയും. അവിടെ കണ്ണുനീരുണ്ട്. പാപിനിയായ സ്ത്രീയുടെ കണ്ണുനീര് യേശുവിൻ്റെ കാൽക്കൽ വീണതുപോലെ സ്നേഹത്തിൻ്റെ ആഴകൾ കരയാൻ തുടങ്ങുന്നത് ആരാധനയാണ്. നമ്മുടെ വിഷയങ്ങളെ ഓർത്ത് കരയുന്നത് വാസ്തവത്തിൽ ആരാധനയല്ല, അത് അവിശ്വാസ നിമിത്തമാണ് പലപ്പോഴും നമ്മൾ കരയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരെന്ന് ഉറപ്പുണ്ടെങ്കിൽ പല വിഷയങ്ങളും നമ്മൾ കരയാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹനിമിത്തം നമ്മൾ കരയുന്നത് ഒരാരാധനയാണ്. ക്രൂശീകരണത്തെ ധ്യാനിക്കുമ്പോഴാണ് എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, എത്ര വിലയുള്ളതാണ് നമ്മൾ, എന്തുമാത്രം ഞാൻ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യമൊക്കെ വരുന്നത് യേശുവിൻ്റെ ക്രൂശിൻ്റെ മുമ്പിലാണ്. യേശുവിൻ്റെ ക്രൂശ് കണ്ടു കഴിഞ്ഞാൽ ഭൗമികമായ പല നന്മകൾ നമ്മൾ ചോദിക്കുവാൻ മറന്നുപോകും. കാരണം ഏറ്റവും വലിയ നന്മ ദൈവം നമുക്ക് നൽകിയത് സ്വന്തം പുത്രൻ്റെ രക്തമാണ്, യേശുവിൻ്റെ രക്തമാണ്. അടുത്തൊരു സ്ഥലമാണ് അതിപരിശുദ്ധമാകുന്ന സ്ഥലം, മോസ്റ്റ് ഹോളി പ്ലേസ്. അവിടെ എല്ലാ വ്യക്തികൾക്കും പ്രവേശിക്കുവാൻ സാധ്യമല്ല. കാരണം അവിടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന ഇടമാണ്. പിതാവാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. പിതാവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അവിടെ ധൈര്യപൂർവ്വം എനിക്ക്
ഇനി പ്രവേശിക്കുവാനും കഴിയും. കാരണം എൻ്റെ സ്വന്തം വിശുദ്ധിയോ എൻ്റെ സ്വന്തം നീതിയോ ഒന്നുമല്ല. എനിക്ക് വേണ്ടി യേശു യാഗമായി തീർന്നു. യേശു എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശുവിൻ്റെ രക്തത്തിൽ എനിക്ക് ധൈര്യത്തോടു കൂടി പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശനമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സിനെ വർണ്ണിക്കുവാൻ, ദൈവത്തിൻ്റെ തേജസ്സിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമാണ്. അവിടെ എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ മഹത്വമാണുള്ളത്, ദൈവത്തിൻ്റെ ഗ്ലോറിയാണുള്ളത്. സ്വർഗത്തിലും സ്വർഗത്തിലും ഒതുങ്ങാത്ത സർവശക്തനായ ദൈവം, ഒരു മനുഷ്യനും അടുക്കുവാൻ കഴിയാതെ വണ്ണം തേജസ്സിൽ വസിക്കുന്നവനാകുന്ന സർവശക്തനായ നമ്മുടെ ദൈവം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയ സർവശക്തനാകുന്ന, ഒരു വ്യക്തികൾക്കും വർണ്ണിക്കുവാനും പറഞ്ഞു തീർക്കുവാനും വിവരിക്കുവാനും കഴിയാതെ വണ്ണമുള്ള ദൈവത്തിൻ്റെ ഗ്ലോറി ഇരിക്കുന്ന സ്ഥലം. ശ്രദ്ധിച്ചേ, സറാഫുകൾ രണ്ട് കൊണ്ട് അവരുടെ മുഖം മറയ്ക്കാൻ. അർത്ഥം, സറാഫിന് പോലും ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ വണ്ണം തേജസ്സുള്ള ആ ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യം നൽകിയത് യേശുവിൻ്റെ ക്രൂശാണ്. അവിടെ ദൈവത്തിന് മുമ്പിൽ, അപ്പൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കാം, സാഷ്ടാംഗം വീഴാം. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നേരെ നിൽക്കുവാൻ കഴിയുമെന്നും. പകരമായി അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ സാഷ്ടാംഗം വീഴും. 24 മൂപ്പന്മാർ എന്താണോ ചെയ്തത്, ദൂതന്മാർ എന്താണോ ചെയ്തത്, അത് തന്നെയായിരിക്കും ആരാധനയിൽ സംഭവിക്കുക. ഒരുപക്ഷെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ആരാധന മീറ്റിങ്ങിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ ആരാധിക്കുവാൻ കഴിഞ്ഞു വന്നേക്കില്ല. എന്നാൽ വ്യക്തിപരമായി നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീഴണം, നിങ്ങൾ മുഴങ്കാൽ നിൽക്കണം, നിങ്ങൾ കരങ്ങൾ ദൈവത്തെ ആരാധിക്കണം. വ്യക്തിപരമാകുന്ന എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ തേജസ് കണ്ട, ദൈവത്തിൻ്റെ മഹത്വം കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ സാധ്യമാകത്തില്ല. പകരമായി ഒന്നേ നമ്മുടെ വായി വരികയുള്ളൂ: അങ്ങ് പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് വിശുദ്ധൻ, അങ്ങ് ഹോളിയാണ് എന്ന പദം മാത്രമേ പലപ്പോഴും നമ്മുടെ അധരങ്ങൾ വരികയുള്ളൂ. സ്വർഗ്ഗ ദൂതന്മാർ പോലും പറയുന്നത് അങ്ങനെയാണ്: സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ. അവരെന്ത് ചെയ്യണം? അവർ ആർക്കുകയാണ്. മനഃപൂർവ്വമായി ആർക്കുന്നതല്ല, ആർത്തു പോകും. കാരണം ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൗനമായിരിക്കുകയില്ല, നമ്മൾ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആർക്കുവാനും തുടങ്ങും. ഇവിടെയാണ് ദൈവത്തിൻ്റെ തേജസ് നമ്മൾ കാണുന്നത്. ഈ തേജസ് കണ്ടാൽ നമുക്കൊരു ഉറപ്പുണ്ട്: ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല, ഞാൻ ഒരിക്കലും തകർന്നു പോകുകയില്ല, ഞാൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല. കാരണം എന്നോട് കൂടെ ഉള്ളവൻ ലോകത്തോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ അസാധാരണക്കാരനാണ്, ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല. ഞാൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിൽ അനുദിനം നിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ മുമ്പിൽ, പിതാവാദയത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ്. എന്നാൽ എല്ലായ്പ്പോഴും ഈ ക്രമത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുന്ന യാതൊരു നിർബന്ധവുമില്ല. കാരണം നമ്മൾ ഓൾറെഡി സ്വർഗീയ സ്ഥലങ്ങളിലാണ്, പിതാവാദയത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കപ്പെട്ടവരാണ്. എന്നാൽ പലതരത്തിലുള്ള വിഷയങ്ങൾ അകപ്പെട്ടു പോകുമ്പോൾ, ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ, പാപം സംഭവിക്കുമ്പോൾ, തെറ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ, ദൈവത്തിന് മുന്നിൽ നിൽക്കുവാൻ കഴിയുമോ എന്ന ചിന്ത പിശാച് നമ്മുടെ ഹൃദയത്തിലിടും. ആ സന്ദർഭത്തിൽ യേശുവിൻ്റെ ക്രൂശിലൂടെ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്കൊരു ധൈര്യം തരും. യേശുവിൻ്റെ രക്തം നമ്മളെ യോഗ്യരാക്കി എന്നൊരു വിശ്വാസം നമ്മളെ കൂടെ ഉണ്ടാകും. എന്നാൽ ദൈവികമാകുന്ന വിശുദ്ധിയിൽ, ദൈവികമാകുന്ന ബോധത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടയ്ക്കുന്ന മാത്രയിൽ തന്നെ നമുക്കറിയാം നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ മുമ്പിലാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലാണ് എൻ്റെ ആത്മാവ് നിൽക്കുന്നത് എന്നൊരു ബോധ്യം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുവാൻ തുടങ്ങും. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും. ദൈവിക ശക്തിയുടെ പുറകെ നിങ്ങൾ പോകുകയല്ല, ദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ വെളിപ്പെടുവാൻ ആരംഭിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളെല്ലാവരും വചനം വായിക്കുന്നവരാണ്, നമ്മളെല്ലാവരും കൈയടിക്കുന്നവരാണ്, നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്നവരാണ്, നമ്മളെല്ലാവരും പാട്ട് പാടുന്നവരാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുക. ഒരുപക്ഷെ എന്നെ ഹൃദയത്തിൽ കിടക്കുന്ന മുഴുവൻ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ കഴിഞ്ഞു വന്നേക്കില്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായത്തോളം നിങ്ങൾ കർത്താവിനെ ഹൃദയംഗമായ ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ ആത്മാവിൽ കാണുവാനോ സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. അസാധാരണമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.